ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഒടുവിൽ ബിജെപിയിലേക്ക്. വെള്ളിയാഴ്ച സോറൻ ബിജെപിയിൽ ചേരും. റാഞ്ചിയിൽ വെച്ചാണ് ബിജെപി പ്രവേശനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ നോബൽ മാരിക്കാരൻ നൽകും. നോബൽ, ഗുഡ് മോർണിംഗ്. ഈ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി അങ്ങനെ ചമ്പൈ സോറൻ അങ്ങനെ ഒടുവിൽ ബിജെപിയിലേക്ക് പോവുകയാണല്ലേ? എന്തായാലും ഈ കൂടിക്കാഴ്ച ആഭ്യന്തരമന്ത്രിയുമായി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. ഇതിനുശേഷമുള്ള തീരുമാനം എങ്ങനെയാണ് ഇനിയുള്ള തുടർ നീക്കങ്ങൾ? ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തിയത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ചമ്പൈ സോറനെ മാറ്റി, അതായത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ജയിലിലായതിനു പിന്നാലെയാണ് ചമ്പൈ സോറനെ അവിടെ മുഖ്യമന്ത്രിയാക്കിയത്. ജയിൽ മോചിതനായി ഹേമന്ത് സോറൻ മടങ്ങിയെത്തിയപ്പോൾ വീണ്ടും ചമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജെഎംഎമ്മുമായി ഇഴഞ്ഞു നിന്നത്. അതിനു പിന്നാലെ ബിജെപിയിലേക്ക് പോകുമെന്ന വാക്കുകൾ വലിയ രീതിയിൽ തന്നെ വാർത്തകൾ സജീവമായിരുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം എംഎൽഎമാരുമായി ദില്ലിയിൽ എത്തുകയെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും തിരിച്ച് റാഞ്ചിയിൽ എത്തി അദ്ദേഹം വ്യക്തമാക്കിയത് താൻ സ്വതന്ത്രമായ ഒരു പാർട്ടി രൂപീകരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയിലെ ഒരു നേതാവിനെ അടർത്തിയെടുക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്ന കൃത്യമായ ധാരണ ബിജെപിക്ക് ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ രാത്രി ഏറെ വൈകിയും കൂടിക്കാഴ്ചകൾ നടത്തിയത്. കൂടിക്കാഴ്ചയിൽ കൃത്യമായ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ചമ്പൈ സോറിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്ന വെള്ളിയാഴ്ച, അതായത് ഓഗസ്റ്റ് 30 റാഞ്ചിയിൽ വെച്ച് ബിജെപിയിൽ ചേരാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് ഹേമന്ത് സോറൻ വലിയ തരത്തിൽ അഴിമതിയുടെ ആരോപണത്തിൽ നിൽക്കും. അദ്ദേഹം ജയിലായ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും മുൻ മുഖ്യമന്ത്രിയെ തന്നെ അടർത്തിയെടുത്തുകൊണ്ട് ബിജെപി അവിടെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഇനി ഏതൊക്കെ എംഎൽഎമാർ, നേരത്തെ 6 എംഎൽഎമാരുടെ പിന്തുണ ചമ്പൈ സോറിന് ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിനൊപ്പം ആരെല്ലാം ബിജെപിയിൽ ചേരും എന്താണെങ്കിലും കണ്ടറിയേണ്ടത്. ഒരു ഓപ്പറേഷൻ താമര തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജാർഖണ്ഡ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിൻ്റെ പ്രചാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട നയരൂപീകരണവും ഒക്കെ അവിടെ അതാത് പാർട്ടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് കനത്ത തിരിച്ചു നൽകിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി തന്നെ, പ്രത്യേകിച്ച് ഹേമന്ത് സോറൻ ജയിലിലായപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച അവരുടെ വിശ്വസ്തൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാക്കിയ ചമ്പൈ സോറൻ തന്നെ ബിജെപിയിലേക്ക് പോകുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന കൃത്യമായ ചർച്ചകളാണ് ചമ്പൈ സോറനെ ബിജെപിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിവരം. നോബൽ, ഈ ഹേമന്ത് സോറൻ അഴിമതി കേസിൽ ജയിലിൽ പോയതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കുന്നത്. പക്ഷേ അതിനുശേഷം തിരിച്ചു വരുമ്പോൾ 6 മാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ വീണ്ടും സ്ഥാനം ഹേമന്ത് സോറിന് വേണ്ടി ചമ്പൈ സോറിന് സ്ഥാനം ഒഴിയേണ്ടി വരുന്നു. പക്ഷേ അതൊരു തിടുക്കപ്പെട്ട നീക്കമാണ് അവിടെ നടന്നത് എന്ന് ഒരു വിഭാഗത്തിൽ തന്നെ ജെഎംഎമ്മിൽ ഒരു വിമർശനം ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ ഇങ്ങനെയൊരു ബിജെപി പ്രവേശനം, അതിനുശേഷം തുടർ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ചമ്പൈ സോറിന്റെ നീക്കങ്ങളെല്ലാം കണ്ടതാണ്. തിടുക്കപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഭാഗത്തിന് അപ്പോഴും ഒരു വിമർശനം ഉണ്ടായിരുന്നു ചമ്പൈ സോറൻ ഒഴിഞ്ഞു പോകേണ്ടി വന്നതിൽ. അതായത് ഒരു തിടുക്കപ്പെട്ട നീക്കമാണ് അവിടെ നടന്നതെന്നതിൽ. എന്തായാലും ഇങ്ങനെ നീക്കം ഈ പാർട്ടിക്കുള്ളിൽ എത്രത്തോളമായിരിക്കും, അല്ലെങ്കിൽ ഹേമന്ത് സോറിന് എത്രത്തോളമായിരിക്കും ഇതൊരു തിരിച്ചടിയാവുക? ജാർഖണ്ഡ് മുക്തി മോർച്ചയെ സംബന്ധിച്ചിടത്തോളം ചമ്പൈ സോറിൻ്റെ ഈ ബിജെപിയിലേക്കുള്ള പോക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം പാർട്ടിക്കകത്ത് വലിയ തരത്തിൽ വികാരം ഉണ്ട്. പ്രത്യേകിച്ച് ചമ്പൈ സോറിൻ്റെ നിർണായക ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. ചമ്പൈ സോറിനെ അന്ന് മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഘട്ടത്തിൽ തന്നെ ബിജെപിയിലേക്ക് ഒരു കൂട്ടം നേതാക്കൾ പോകാനുള്ള സാധ്യത ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ചമ്പൈ സോറൻ മുഖ്യമന്ത്രി ആയത്. എന്നാൽ ഹേമന്ത് സോറൻ മടങ്ങിയെത്തിയപ്പോൾ സ്വാഭാവികമായും ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം, എഎംഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഹേമന്ത് സോറൻ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വരും എന്നത് വ്യക്തമാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ലഭിച്ച പരിഗണന അത് വേണ്ട രീതിയിൽ നൽകിയില്ല. അതായത് ചമ്പൈ സോറിന് പിന്നീട് വേണ്ട പരിഗണന ജെഎംഎമ്മിൽ നൽകിയില്ല എന്നതാണ് പ്രധാനമായും വിമർശനമായി അദ്ദേഹവും അദ്ദേഹത്തിന് ഒപ്പമുള്ള അനുയായികളും ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഈ പാർട്ടിയുമായുള്ള ഈ പിണക്ക ബിജെപിയിലേക്കുള്ള പ്രവേശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. നിലവിലത്തെ പശ്ചാത്തലത്തിൽ ചമ്പൈ സോറിനൊപ്പം ആരെല്ലാം പോകും എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ എംഎൽഎമാർ, നേരത്തെ 6 എംഎൽഎമാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഈ 6 പേരും പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. അങ്ങനെ 6 പേർ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ജാർഖണ്ഡിൽ ഭരണപ്രതിസന്ധിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ബിജെപിയും അവിടെ ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ്, ഭരണം മാറ്റുക. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്
അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു അട്ടിമറി ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന കൃത്യമായ ധാരണ അവർക്കുണ്ട്. ഒപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ അഴിമതി വിഷയങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായും അവിടെ ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. അതിനെല്ലാം കൃത്യമായ രീതിയിൽ മുതലെടുക്കാനും അതോടൊപ്പം തന്നെ ചെമ്പൈ സോറിൻ്റെ കടന്നുവരവ് JMM പിളർത്താനും കഴിയും എന്ന പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. JMM തന്നെ ചെമ്പൈ സോറിന് വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ല എന്നൊരു വിഭാഗം നേതാക്കൾ അടക്കം പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിൽ പ്രതികൂലമായി തന്നെ JMM രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികളും ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ വിവരം ഉള്ളത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പല വിഷയങ്ങളും JMM-മായി കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ സഖ്യത്തെ അതേപോലെ നിലനിർത്തേണ്ട ആവശ്യം കോൺഗ്രസ് ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ഘട്ടങ്ങളിലും നേരത്തെ കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ എത്തി ഹൈക്കമാൻഡുമായി ചർച്ചകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഹേമന്ത് സോറിന്റെ അറസ്റ്റിനൊക്കെ പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള അതിർത്തി കോൺഗ്രസ് ക്യാമ്പിലും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിലവിൽ JMM-ൽ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കോൺഗ്രസ് ക്യാമ്പിനെ ഉൾപ്പെടെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഹേമന്ത് സോറൻ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സുധി, നോബൽ, ഈ സംസ്ഥാനത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള ആളാണ് ചമ്പൈ സോറൻ. ഒപ്പം ഈ സംസ്ഥാന രൂപവൽക്കരണ സമരത്തിലൊക്കെ നായകൻ കൂടിയായിരുന്നു ചമ്പൈ സോറൻ. ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാകില്ലേ ഹേമന്ത് സോറൻ അടക്കമുള്ള ഹേമന്ത് സോറന്? സ്വാഭാവികമായും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ വലിയ തരത്തിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രധാന വിഷയം അഴിമതി തന്നെയാണ് BJP അവിടെ ഉയർത്താൻ പോകുന്നത്. ഹേമന്ത് സോറൻ അറസ്റ്റായ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പുതിയ കാറും, അതായത് വലിയ ആഡംബര കാറും ലക്ഷക്കണക്കിന് രൂപയും പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ അറസ്റ്റ് വലിയ തരത്തിൽ തന്നെ നേരത്തെ തന്നെ BJP അവിടെ പ്രചരണമാക്കിയിരുന്നു. അതിന് പിന്നാലെ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയാകുന്നു. ആ ചമ്പൈ സോറനെ തന്നെ അടർത്തിയെടുത്തുകൊണ്ട് BJP അവിടെ പുതിയൊരു രാഷ്ട്രീയ തന്ത്രം ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും അത് JMM-നും ഒപ്പം ഇന്ത്യ സഖ്യത്തിനും വരും തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ തലവേദനയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അവിടെ മറ്റ് പല വിദ്യാർത്ഥി സംഘടനകളുടെയും പിന്തുണ BJP ഇതിനോടൊപ്പം തന്നെ ആർജിച്ചിട്ടുണ്ട് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ വരും തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാണ് JMM-നും ഒപ്പം കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ഇന്ത്യ സഖ്യ പാർട്ടികൾക്കും അവിടെ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, വരും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ JMM നിലവിലത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി JMM-ആണ്. JMM-ന് സ്വാഭാവികമായും ഇത്തരത്തിലൊരു തിരിച്ചടി, ഒരു പിളർത്തൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിലും വലിയ കലഹത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ചില കോണുകളിൽ നിന്നാണെങ്കിൽ പോലും ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ പ്രതികരണങ്ങൾ വരാനുണ്ട്. പ്രധാനമായും അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമന്ത് സോറിന്റെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ വരാനുള്ളത്. ഹേമന്ത് സോറൻ ഇത് എന്ത് നിലപാട് ഇനി പറയും? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജയിൽവാസം, പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങൽ, വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മടങ്ങിയെത്തൽ, അതൊക്കെയാണ് വലിയ തരത്തിൽ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ BJP-യിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച BJP-യിൽ ചേരും ചമ്പൈ സോറൻ. വിശദാംശങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്. ഇതോടെ